മാങ്കുളം പെരുമ്പൻകുത്ത് പവലിയനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ മർദ്ദിച്ചുവെന്നാരോപിച്ച് നാളെ മാങ്കുളത്ത് ഹർത്താലിന് ആഹ്വാനം ചെയ്തു. മാങ്കുളം ജനകീയ സമിതിയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഇന്നലെ ഉച്ചയോടുകൂടി കുട്ടമ്പുഴ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 8ഓളം ഫോറസ്റ്റ് ഓഫീസർമാർ വന്ന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടി 2021-22 പണി കഴിപ്പിച്ചിട്ടുള്ള പവലിയനിലെ ടൂറിസ്റ്റുകളുടെ പ്രവേശനം നിരോധിക്കുകയും ഇത് അനധികൃതമായാണ് നിർമ്മിച്ചതെന്ന് പറയും പഞ്ചായത്തിൻ്റെ പേരിൽ കേസെടുക്കുമെന്നുള്ള അറിയിപ്പ് വന്നു. എന്നാൽ ഇതാരുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് 3 DFOമാരുടെ നേതൃത്വത്തിൽ അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ സമയത്ത് ആ പ്രദേശത്തെ ജനങ്ങളും ഭരണസമിതി അംഗങ്ങളെല്ലാം അവിടെ എത്തിച്ചേരുകയും ഇതിന് നിർദ്ദേശിച്ച DFOമാർ വന്നിട്ടേ നിങ്ങളെ വിടുകയുള്ളൂ എന്നുള്ള നിലപാട് സ്വീകരിച്ചു. ഉടൻ തന്നെ അധികം താമസിക്കാതെ മൂന്നാർ ACFും കുട്ടമ്പുഴ DFOയും മാങ്കുളം DFOയും സ്ഥലത്തെത്തി പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യാതൊരു പ്രകോപനവും കൂടാതെ വിരിവാറ DFO അനിൽ എന്ന മെമ്പറെ പിടിച്ച് കഴുത്തിന് തള്ളുകയും വൈസ് പ്രസിഡന്റിനെ നിലത്തിട്ട് ചവിട്ടുകയും ആണുണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ നടന്ന ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ നാളെ ഹർത്താലിന് ജനകീയ സമിതി ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. കടകളടച്ചും വാഹനങ്ങൾ നിരത്തിലിറങ്ങാതെയും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഈ സമരത്തിൽ പങ്കെടുക്കും. ഫോറസ്റ്റ് രാജ് മാങ്കുളത്ത് അനുവദിക്കുകയില്ല. ജില്ലയിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നലെ രാത്രിയിൽ ലഭിച്ചത് ശക്തമായ മഴ. അടുത്ത 3 ദിവസവും ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. രാത്രിയിലെ മഴയ്ക്കൊപ്പം അതിർത്തി മേഖലകളിൽ പുലർച്ചെയുണ്ടായ ശക്തമായ മൂടൽമഞ്ഞും ജനജീവിതം ദുസ്സഹമാക്കി. ഇന്ന് ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസമായി രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. ഡിസംബർ മാസം പകുതിയോടെ ഹൈറേഞ്ച് മേഖലയിൽ ശക്തമായ മൂടൽമഞ്ഞിന്റെ സാന്നിധ്യവും തണുപ്പും ജനജീവിതം ദുസ്സഹമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിർത്തി മേഖലകളിലാണ് ശക്തമായ മഴ രാത്രികാലങ്ങളിൽ ലഭിച്ചത്. ഉടുമ്പൻചോല, ചിന്നക്കനാൽ, കമ്പംമെട്ട്, അണക്കര, മൂന്നാർ മേഖലകളിലെല്ലാം ഇന്നലെ രാത്രിയിലും സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചു. അടുത്ത 3 ദിവസവും ജില്ലയിൽ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുള്ളത്. ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം ചക്രവാത ചുഴിയായി ദുർബലമായി. ചക്രവാത ചുഴിയിൽ നിന്ന് തെക്കൻ കർണാടക വരെ ന്യൂനമർദ്ദപ്പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫലമായാണ് മഴ കേരളത്തിൽ തുടരുന്നത്. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴ കാർഷിക മേഖലയ്ക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ഏലം, കാപ്പി, കുരുമുളക് തുടങ്ങിയ കൃഷിവിളകൾക്ക് വളപ്രയോഗം നടത്തുന്ന സമയത്ത് ലഭിക്കുന്ന നേരിയ മഴ വളം നേരിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങുവാൻ സഹായിക്കുമെന്നാണ് കർഷകർ പറയുന്നത്. ഏലത്തോട്ടങ്ങളിൽ ഇപ്പോൾ മുള്ളിടുന്ന ജോലികൾ നടക്കുകയാണ്. ഇതിനും മഴ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ഇതേസമയം മൂടൽമഞ്ഞും തണുപ്പും വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഡിസംബർ, ജനുവരി മാസങ്ങളിലെ മഞ്ഞും തണുപ്പും ആസ്വദിക്കുവാൻ റെക്കോർഡ് സഞ്ചാരികളാണ് ജില്ലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കമ്പംമെട്ട്. സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം സ്ഥാപിച്ചിരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തം. പ്രവർത്തനമില്ലാതായതോടെ ഇവിടെ സ്ഥാപിച്ചിരുന്ന എയ്ഡ് പോസ്റ്റ് നശിച്ചുപോയി കഴിഞ്ഞു. സഞ്ചാരികളുടെ തിരക്കേറുന്ന സാഹചര്യത്തിലാണ് എയ്ഡ് പോസ്റ്റ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്ന ഇടങ്ങളിലൊന്നാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. മൂന്നാറിലേക്ക് എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളടക്കം ചീയപ്പാറയിലിറങ്ങി വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാറുണ്ട്. വിനോദസഞ്ചാര സീസൺ ആരംഭിച്ചതോടെ പതിവ് പോലെ ചീയപ്പാറയിലും തിരക്ക് വർദ്ധിച്ചു. ഈ സാഹചര്യത്തിലാണ് വെള്ളച്ചാട്ടത്തിന് സമീപം മുമ്പുണ്ടായിരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. വിദേശികളും ടൂറിസ്റ്റുകളൊക്കെ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ആ പാരപ്പറ്റിൻ്റെ മുകളിൽ അവർ കയറി ഫോട്ടോ എടുക്കാനൊക്കെ നേരത്തെ നാട്ടുകാരോ അല്ലെങ്കിൽ അവിടുത്തെ ടൂറിസ്റ്റ് മറ്റേ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട ഗൈഡുകളൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കുന്നില്ല. പക്ഷെ അവിടെ ഒരു പോലീസുകാരനെ അവിടെ ഡ്യൂട്ടിക്കിട്ടാൽ ട്രാഫിക് ബ്ലോക്ക് വരാണ്ടും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ കയറി നിൽക്കലോ അല്ലെങ്കിൽ ആ സൈഡിലേക്ക് ഇറങ്ങലൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കി ഒരു അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അതിനുള്ളൊരു നിർദ്ദേശം ബഹുമാനപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊടുത്ത് അവിടെ ഒരു പോലീസുകാരനെ ഡ്യൂട്ടിക്കിട്ടാൽ ടൂറിസ്റ്റുകൾക്കൊക്കെ വളരെ ഭംഗിയായിട്ട് വെള്ളച്ചാട്ടം കണ്ടുപോകാൻ സാധിക്കും. സഞ്ചാരികളായി എത്തുന്നവർ പലപ്പോഴും ദേശീയപാതയിലും പാതയോരത്തു നിന്നുമൊക്കെ അപകടകരമാം വിധം ചിത്രങ്ങൾ പകർത്താറുണ്ട്.
സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ വാഹന തിരക്കും വർദ്ധിക്കും. തദ്ദേശീയരായവർ ഇക്കാര്യങ്ങളിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകിയാൽ സഞ്ചാരികൾ അത് മുഖവിലക്കെടുക്കാറില്ല. പോലീസിന്റെ സാന്നിധ്യമുണ്ടായാൽ ഇക്കാര്യങ്ങൾ കുറച്ചുകൂടി സുഗമമാകും. മുമ്പ് ഇവിടുത്തെ പോലീസ് എയ്ഡ് പോസ്റ്റ് കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നതാണ്. പിന്നീട് പ്രവർത്തനം നിലച്ചതോടെ ഇവിടെ സ്ഥാപിച്ചിരുന്ന എയ്ഡ് പോസ്റ്റ് നശിച്ചു. ഈ എയ്ഡ് പോസ്റ്റാണ് വീണ്ടും പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്.